നമസ്കാരം. സ്കൂളുകളിലെ സൗഹൃദ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന നാലാമത്തെ ഒരു എപ്പിസോഡാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കുറെ കുട്ടികൾ ഒരു നമ്പർ ഓഫ് തന്നെ പറയാം കുട്ടികളുടെ സംശയം ഹ്യൂമാനിറ്റീസ് എടുത്തുപോയി. ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഇനി ഞങ്ങളുടെ കരിയർ മോശമാവോ, എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള ആങ്സൈറ്റിയാണ്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഏത് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളതാവണം, നിങ്ങൾക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളതാവണം. ഹാർഡ് വർക്ക് ചെയ്യുകയും ആ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവുകയും കൃത്യമായിട്ടുള്ള പഠനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്താൽ ഏതായിക്കോട്ടെ നിങ്ങൾക്ക് മുന്നിലെത്താൻ പറ്റും. എന്ത് വിഷയമായാലും അതിൽ മാസ്റ്റർ ആവണം എന്നുള്ളത് ചിന്തിക്കുക. ആ വിഷയത്തിനെ കുറിച്ച് എങ്ങനെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ചോദിച്ചാലേ എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു റിസർച്ച് മനോഭാവത്തോട് കൂടിയിട്ട് വിഷയങ്ങളെ സമീപിച്ചാൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ എന്താണ് ഭാവിയിൽ എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ BA സോഷ്യോളജി എടുക്കാൻ പറ്റും, സൈക്കോളജി എടുക്കാൻ പറ്റും, സോഷ്യൽ വർക്ക് എടുക്കാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ മാനസിക പിരിമുറുക്കങ്ങളും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ള അറിവില്ലായ്മയും അങ്ങനെ ഒരുപാട് നിയമബോധങ്ങളില്ലായ്മയും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് LLB എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ നമുക്ക് PhD വരെ എത്തിയിട്ട് പോകാൻ പറ്റും.